എന്താ രമ്യ പാത്രത്തില്? ഇതേ ചിക്കൻ കറിയാ. ഭഗവതി, ഞാൻ എന്തെന്നായി കേൾക്കുന്നത്? ഇന്ന് ചിക്കൻ കറി കഴിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളു. ദേ കൊച്ചു ചിക്കൻ കറിയായിട്ട് വന്നിരിക്കുന്നു. സത്യം പറഞ്ഞ ഞാൻ ഇവിടുന്ന് പോകാതിരിക്കുന്നത് രമ്യമോളെ മാത്രം മനസ്സിൽ കണ്ടിട്ടാ. ചുമ്മാ നോക്കിയേ, 2 സെക്കൻഡ് കൊണ്ട് മറുകണ്ടും ചാടി. ഞാനുണ്ടാക്കിയ നാടൻ ചിക്കൻ കറിയാ, നാടൻ കോഴിക്കറി. ഇത് രാജുവിന് വലിയ ഇഷ്ടാ. അയ്യോ, രാജുവിന് കൊണ്ടുവന്നതാണോ? രാജുവിന് വേണ്ടി ഉണ്ടാക്കിയതാ, പക്ഷെ എല്ലാവർക്കും കഴിക്കാം, പ്രത്യേകിച്ച് മുണ്ടക്കലമ്മയ്ക്ക്. തങ്കപ്പെട്ട പെങ്കൊച്ച്. ഈ പ്രദേശത്ത് രാജുവിനെ പ്രേമിക്കാൻ ഈ വക ഒരു 2-3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കാര്യം കുശാലായേന്. എന്താ രുചി! ഇതിനെയാണ് കൈപുണ്യം കൈപുണ്യം എന്ന് പറയുന്നത്. എടേ, എനിക്ക് ചിക്കൻ കറിയൊന്നും വേണ്ട കേട്ടോ. ഒരു പെൺകുട്ടിക്ക് വേണ്ടത് സൗന്ദര്യം മാത്രമല്ല, പാചക വിദ്യാഭ്യാസം കൂടെയാ. രമ്യമോക്ക് ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. കേട്ടോ, രമ്യമോള് കയറി ചെല്ലുന്ന വീട്ടില് മഹാലക്ഷ്മി വിളയാടും. ഇവളൊക്കെയാണ് തറവാട്ടമ്മ, അറിയാമോ? ഈ തള്ള എവിടെ നിന്നാണ് പൈസ മേടിച്ചോ? വാങ്ങിക്കാണും. എനിക്ക് വേണ്ട, ഞാൻ കുറെ ദിവസമായിട്ട് വെജിറ്റേറിയനാ. എടാ രാജു, ഭാര്യയാകാൻ പോകുന്നോൾ എന്ത് തന്നാലും കഴിക്കണം. അങ്ങോട്ട് വിളമ്പി കൊടുക്കുമോളെ. വിളമ്പുന്നേക്കെ കൊള്ളാം, ഞാൻ കഴിക്കില്ല.